+2 ശേഷം പല വിദ്യാർത്ഥികളും ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ MBBS ഈ രണ്ട് സ്ട്രീമിലേക്കാണ് പലപ്പോഴും പോകാറുള്ളത്. ഓക്കെ, ഇതിന് പ്രധാന ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും ഇവർക്ക് ഈ ഒരു രീതിയിലാണ് ഇവരെ നർച്ചർ ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പം ഈ രണ്ട് കാര്യങ്ങൾ മാത്രമല്ല ഉള്ളത്, കാരണം ഒരുപാട് വേറെ എക്സാംസുകളാണ്. ഓക്കെ, അതിലൊരു പ്രധാനപ്പെട്ട എക്സാമാണ് IPMAT എക്സാം എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് IPMAT എക്സാമിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ടോപ്പ് ബിസിനസ് സ്കൂളുകളിലേക്ക് +2 ശേഷം അഡ്മിഷൻ കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ഇതിനെ പറ്റിയിട്ട് പല കുട്ടികൾക്കും അറിവില്ല, പേരൻസിനും അറിവില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാം നോട്ട് ചെയ്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമാണ്. അപ്പോൾ ഇത് ത്രൂ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് IIM ഇൻഡോർ, IIM റോട്ടക്, അതേപോലെ IIM ബോട്ടെ, IIM ജിം തുടങ്ങിയിട്ടുള്ള ടോപ്പ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലേക്കാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം IIM ഇൻഡോർ ആണ്. നമുക്ക് IIM തന്നെ ഏറ്റവും ടോപ്പ് 7 IIMs ഉണ്ട്, അതായത് ബ്ലാക്ക് എന്ന് പറയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു IIM ആണ് IIM ഇൻഡോർ എന്ന് പറയുന്നത്. അവരുടെ IPMAT ടെസ്റ്റ് ഉണ്ട്. അതായത് ഇതിനകത്ത് ഈ പറഞ്ഞ IIM ഇൻഡോർ IPMAT ടെസ്റ്റ് നടത്തുന്നുണ്ട്, അതേപോലെ IIM റോട്ടക് ഒരു IPMAT ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഇതിൽ IIM ഇൻഡോറിന്റെ IPMAT സ്കോർ ആണ് ഈ IIM ജിമ്മും ബോട്ടെയൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പ്രധാന ടെസ്റ്റ് എന്ന് പറയുന്നത് IIM ഇൻഡോറിന്റെ IPMAT ടെസ്റ്റ് ആണ്. അപ്പോൾ ഇത് ത്രൂ നമുക്ക് IIM ഇൻഡോറിൽ ചെന്ന് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുന്ന പ്രോഗ്രാം IPM എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമാണ്, അതായത് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിംഗ് മാനേജ്മെന്റ് എന്ന് പറയും. ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷമാണ് ദൈർഘ്യം വരുന്നത്. ഓക്കെ, ഈ ഒരു 5 ഇയർ പ്രോഗ്രാമിൽ നമ്മൾ പ്രധാനമായിട്ട് 3 വർഷം BBA ആയിരിക്കും പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഗ്രാജുവേഷൻ, അതായത് നമ്മളൊരു UG പ്രോഗ്രാം ആയിരിക്കും അത് 3 ഇയേഴ്സിൽ വരുന്നത്. അതിനുശേഷം അവിടെ തന്നെ IIM ഇൻഡോറിൽ തന്നെയുള്ള 2 ഇയർ MBA പ്രോഗ്രാം ഉണ്ട്. അതായത് നമ്മൾ കാറ്റ് ത്രൂ കയറുന്ന 2 ഇയർ MBA പ്രോഗ്രാം ഉണ്ട്. അവിടേക്ക് തന്നെ നമ്മൾ ആ കുട്ടികളോടൊപ്പം തന്നെ കാറ്റ് ത്രൂ കയറുന്ന കുട്ടികളോടൊപ്പം തന്നെ നമ്മൾ അടുത്ത 2 ഇയേഴ്സ് പഠിക്കുകയും ചെയ്യും. ഈ ഒരു രീതിയിൽ നമുക്ക് 5 ഇയേഴ്സ് അവിടെ കംപ്ലീറ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ നമുക്ക് ഫൈനൽ പ്ലേസ്മെന്റ്സ്, അതായത് ജോബിന്റെ അസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് IIM ഇൻഡോറിലെ കാറ്റ് ത്രൂ കയറിയിട്ടുള്ള കുട്ടികളൊപ്പം തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അതായത് നമുക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ, അതായത് കാറ്റ് എന്ന് പറയുന്നത് ഹൈലി കോമ്പറ്റീവ് ആയിട്ടുള്ള എക്സാം ആണ്. ഏകദേശം 3 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പെർ ഇയർ എഴുതുന്ന ഒരു എക്സാം ആണ്. ഓക്കെ, ഇതൊരു സ്കിൽ ടെസ്റ്റ് ആണോ നമ്മൾ കാണാൻ പഠിച്ചിരുന്ന എക്സാം അല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഹൈലി കോമ്പറ്റീവ് ആയിട്ടുള്ള എക്സാം ആണ് കാറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് IPMAT ത്രൂ കയറാൻ പറ്റുമ്പോൾ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ IPMAT അത്ര എളുപ്പമല്ല, അത്യാവശ്യം കോമ്പറ്റീഷൻ ഉണ്ട്. സോ നമ്മൾ നല്ലോണം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ IPMATന്റെ പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IPMAT നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ വെർബൽ എബിലിറ്റി അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. മാത്സ് സ്ട്രോങ് ആയിരിക്കണം. നമുക്ക് മിനിമം എലിജിബിലിറ്റി പറയുന്നത് +2 നമ്മൾ മാത്സ് പഠിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ സയൻസ് സ്ട്രീം ആ കൊമേഴ്സ് സ്ട്രീം ആയിരിക്കും, ഏതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, ആർട്സ് ആണെങ്കിലും പ്രശ്നമില്ല, പക്ഷേ മാത്സ് പഠിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഇത് മാത്സ് ആവശ്യമാണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു 3 ഇയർ കഴിഞ്ഞ് കോഴ്സ് ജോയിൻ ചെയ്ത് 3 ഇയർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിൽ അവിടെ എക്സിറ്റ് ആവാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് സർട്ടൻ ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്, അത് നമുക്ക് അവിടെ ചെക്ക് ചെയ്യാതെ സൈറ്റിൽ കയറി ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. അപ്പോൾ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഡിഗ്രി 3 ഇയറിന്റെ BBA ഡിഗ്രി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കുട്ടികൾ അവിടെ പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് ചിലപ്പോൾ IIM ഇൻഡോറിനെക്കാളും ടോപ്പ് ആയിട്ടുള്ള ബി സ്കൂൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ IIM അഹമ്മദാബാദ്, കോഴിക്കോട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ട്രൈ ഔട്ട് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് കാറ്റ് എഴുതിയിട്ട് എക്സിറ്റ് ചെയ്ത് കാറ്റ് എഴുതിയിട്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് കാറ്റ് പ്രിപ്പയർ ചെയ്തോ എഴുതിയിട്ടോ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ നോക്കാവുന്നതാണ്. അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ എൻഡയർ ഫീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 35 to 39 lakhs ഫീസ് വരും. പക്ഷേ ഫീസ് കണ്ടു പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം IIM നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് IIM ടോപ്പ് IIMs, എസ്പെഷ്യലി IIM ഇൻഡോർ, IIM കോഴിക്കോട്, ആ ഒരു റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 25 to 30 lakhs നിങ്ങൾക്ക് ആവറേജ് പാക്കേജ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് എന്തായാലും വർത്ത് ആയിരിക്കും. ലോങ് ടൈം ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം ഈ ഒരു നിങ്ങൾ 25 lakh വരുന്നതിനകത്ത് ഈ പറഞ്ഞോട്ട് EMI കാര്യങ്ങൾ അടച്ചു പോകുന്നുണ്ടെങ്കിലും നല്ല EMI അടയ്ക്കേണ്ടി വരുമെങ്കിലും കുറച്ചധികം കഴിയുമ്പോൾ IIM ബ്രാൻഡ് എന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് അഡ്വാൻറ്റേജസ് തരും. ഓക്കെ, ഒരു 25 എന്നുള്ളത് പിന്നീട് ഒരു 10 years കഴിയുമ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ സാലറി ഹൈക്ക് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടേക്കും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പലപ്പോഴും നിങ്ങളുടെ ലോൺ എമൗണ്ട് വളരെ ചെറുതായിട്ട് തോന്നുകയും ചെയ്യും. കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കോഴ്സ് കൂടി എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. IPMAT നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഓക്കെ.